ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചെറിയമ്മേ, എന്തിരിപ്പാ ഇത്? എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു മോളെ. എന്റെ ശത്രുക്കൾക്ക് വീണ്ടും ശക്തി കൂടുക. എന്നിട്ടാണോ ചന്ദ്രശേഖരൻ വീണ്ടും ജയിലിലേക്ക് എന്നെ തിരിച്ചു പോയത്? ചെറിയമ്മേ, ഈ കേസിന്ന് ചന്ദ്രശേഖരനെ പുറത്തുവിടാൻ അത്ര എളുപ്പമൊന്നുമല്ല. പ്രിയങ്കയുടേതായാലും മറ്റു പെൺകുട്ടിയുടേതായാലും കൊലപാതക കുറ്റം അയാളുടെ തലയിലുണ്ട്. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള രാധികയുടെ ആറ്റിറ്റ്യൂഡാ. അല്ല മോളെ, പ്രിയങ്ക ഈ കണ്ടീഷനൊക്കെ ഭേദമായി തിരിച്ചു വന്നാല്? അതിനെക്കുറിച്ചാ ഞാൻ പറഞ്ഞു വരുന്നേ. അസുഖം മാറി പ്രിയങ്ക തിരിച്ചു വന്നാ അവള് പുതിയൊരു പെണ്ണായിരിക്കും എന്നൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ചു കൂട്ടും. പക്ഷേ പ്രിയങ്ക പഴയതുപോലെ തന്നെയായിരിക്കും. ആ പ്രിയങ്ക വരുണിന്റെ നിയമപരമായ ഭാര്യയും കൂടിയാണ്. അപ്പൊ എന്റെ മോള്? ഇതൊരു സവിശേഷമായ സാഹചര്യമാണ്. കോടതി അങ്ങനെയാണ് ഇതിനെ പരിഗണിക്കുകയും. എല്ലാം അറിയുന്ന പ്രിയങ്ക തിരിച്ചുവരവിൽ അങ്ങനെ ഒരു ഫൈറ്റ് നടത്തണമെന്ന് ഉറപ്പൊന്നുമില്ല. മാത്രമല്ല, കണിമംഗലത്ത് നിന്നും ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ നാടകം വരെ നടത്തിയ പ്രിയങ്കയ്ക്ക് തിരിച്ച് കണിമംഗലത്തെത്താനുള്ള സാധ്യത തീരെയില്ല. സോ അതാണ് ഞാൻ പറഞ്ഞ രാധികയുടെ ആറ്റിറ്റ്യൂഡ്. പ്രിയങ്ക തിരിച്ചെത്തുമ്പോ രാധിക പതിവ് പോലുള്ള കരച്ചിലുമായിട്ട് വീണ്ടും വരുണിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ച കാര്യങ്ങൾ അപകടമാവും. പക്ഷേ മറിച്ചാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. രാധികയുടെയും വരുണിന്റെയും വിവാഹം നടന്നത് ക്ഷേത്രത്തിൽ വച്ചാണ്. ക്ഷേത്രവിധി പ്രകാരം ആ വിവാഹത്തിന് സാധ്യതയുണ്ട്. പ്രിയങ്ക തിരിച്ചു വന്ന സ്ഥിതിക്ക് കോടതി തന്നെ കോടതി വിധി പ്രസ്താവനയിലൂടെ പ്രിയങ്ക മരിച്ചു എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയതുവാ. അപ്പോ ബോധപൂർവം പ്രിയങ്ക ജീവിച്ചിരിക്കെ വിവാഹം നടത്തിയെന്ന് പറയാൻ പറ്റില്ല. രാധിക സ്വന്തം സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. വരുണിന്റെ ഭാഗത്തു നിന്നും മനമാറ്റമൊന്നും ഉണ്ടാവാതിരിക്കുക. ദെൻ പ്രോബ്ലം സോൾവ്ഡ്. വരുണിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ പ്രിയങ്ക മുന്നേ വന്നിന്ന് കരയോ മറ്റും ചെയ്ത രാധിക മോൾക്ക് ചിലപ്പോ മനസ്സ് കൈവിട്ടു പോവും. ഞാൻ രാധികയെ കാണാം, സംസാരിക്കാം. നിങ്ങളും അത് ചെയ്യണം. അവളുടെ ജീവിതം അവൾ വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന് നിങ്ങളും അവളെ ഉപദേശിക്കണം. ജീവിതത്തിന് ഒരു സുരക്ഷിതത്വം ഇല്ലാതിരുന്ന ആളാ ഞാൻ. ഇപ്പൊ എന്റെ മോളും ആ വഴി തന്നെ. എന്താ ചെറിയമ്മ ഇത്? എല്ലാം കൈവിട്ടു പോയെന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്തിനാ? പ്രിയങ്ക തിരിച്ചു വന്നു എന്നല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. രാധികയോട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം, എല്ലാം ഓക്കെ ആക്കാം. ചെറിയമ്മ ധൈര്യമായിട്ടിരിക്കെ. മോളിപ്പോഴെങ്ങാനും തിരിച്ചു പോവോ? അതെങ്ങനെയാ? ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ആവട്ടെ. എന്തെങ്കിലും ഒരു മരുന്ന് ചന്ദ്രശേഖരനും സിയയും കൂടി കണ്ടുപിടിക്കുമെന്ന് അറിയില്ലല്ലോ. അതും കൂടി ഇല്ലാതാക്കിയിട്ട് വേണം പോവാൻ.